എന്താണ് ആ ബസ് നമ്മളെ കയറ്റാതെ പോയിനി? ഇന്ന് ഞാനും ഉണ്ണിയും കൂടിയിട്ട് കാഞ്ഞങ്ങാട് വരെ ഒന്ന് പോവാണ്. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ വെറുതെ ഒരു രസം. വീട്ടിലിരുന്ന് ഭ്രാന്ത് പിടിച്ച് കിട്ടാ. അങ്ങനെ ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലെത്തി. ചിലവ് കുറഞ്ഞ ഒരു യാത്ര, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പം നമ്മൾ കെ എസ് ആർ ടി സി തന്നെയാണ് പ്രതീക്ഷിച്ചത്. പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയതിന് ശേഷം ഞാൻ കെ എസ് ആർ ടി സി കയറിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് പ്രൈവറ്റ് ആയിരുന്നു. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നല്ല പാട്ടും കേട്ട് സൈഡ് സീറ്റിൽ ഞങ്ങളിങ്ങനെ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ട് പോയി. കാഞ്ഞങ്ങാട് പിന്നെ ഞങ്ങൾക്ക് സൗത്തിലോട്ട് പോകണമായിരുന്നു. അതിന് ഞങ്ങൾക്ക് കെ എസ് ആർ ടി സി കിട്ടി. ഏറ്റവും പിറകിലത്തെ സീറ്റിലാണ് കയറിയത്. കാരണം വണ്ടി നിറച്ച ആൾക്കാരായിരുന്നു, എല്ലാം പെണ്ണുങ്ങളുമായിരുന്നു. എന്തായാലും ഈ ഒരു സൗജന്യ യാത്ര നല്ലൊരു ഇനീഷ്യേറ്റീവ് തന്നെയാണ് കേട്ടോ. കൂടുതൽ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ്. കാരണം ജോലിക്ക് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഉൾപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഇതുപോലെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യം കണ്ണൂർ, കാസർഗോഡൊക്കെ ആയിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ കെ എസ് ആർ ടി സിയുടെ ട്രാവൽ കാർഡ് ഉപയോഗിച്ചിരുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ നിർത്തി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കയ്യിൽ നിന്ന് പൈസ പോയി, ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കിട്ടുന്ന സാലറിയിൽ പകുതിയും ഇതുപോലെ ബസ്സിന് കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ചിലവിനനുസരിച്ചിട്ട് നമ്മുടെ സാലറിയിലൊന്നും ഒരു മാറ്റവും ഇല്ല. പണ്ട് കൊടുത്ത അതേ സാലറി പാക്കേജ് തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത്. എന്നാൽ പണ്ടത്തേനേക്കാളും എല്ലാത്തിലും വില കൂടിയില്ലേ. ബസ്സിന് വില കൂടി, പെട്രോളിന് വില കൂടി, എന്തിനാ വില കൂടാത്തുള്ളത്? പക്ഷേ സാലറിയിൽ മാത്രം ഇതുവരെ ഒരു മാറ്റമില്ല. അപ്പോൾ ഇവർക്ക് വണ്ടി എടുത്തതിൽ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ അതൊന്നും തീരുമാനമാക്കാനാണ് ഞങ്ങൾ വന്നത്. അതൊക്കെ കഴിഞ്ഞ് ഇതേ ഒരാൾ ഓടാണ്, എന്ത് ധൈര്യത്തിലാണ് ഓടുന്നത്. അപ്പോൾ ഇതൊരു ബസ് സ്റ്റോപ്പായിരുന്നു. രോഗി ഇച്ഛിച്ചതൊന്ന് വൈദ്യം കൽപ്പിച്ചതൊന്നും എന്ന് പറഞ്ഞ പോലെ കെ എസ് ആർ ടി സി ആണ് മുന്നിൽ വന്ന് പെട്ടത്. പക്ഷേ ബസ് നിർത്തിയില്ല കേട്ടോ. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇവിടെ കെ എസ് ആർ ടി സി നിർത്താറില്ല, പ്രൈവറ്റ് ബസ് മാത്രമേ നിർത്താറുള്ളൂ എന്നുള്ളത്. അതെന്ത് കഥയല്ലേ. ഇവിടെ ബസ് സ്റ്റോപ്പ് എന്ന് പേര് എഴുതിയിട്ടുണ്ട്. എല്ലാ സൈറ്റിലുള്ള ബസ്സെല്ലാം ഇവിടെ നിർത്തണ്ടേ? എമ്മപ്പ നാട്ടാർ പറഞ്ഞ് ഇവിടെ ബസ് നിർത്തയില്ല കുഞ്ഞീന്ന്. അങ്ങനെ പ്രൈവറ്റ് കയറിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നല്ല അന്തസ്സായിട്ട് കാഞ്ഞങ്ങാടേക്ക് പോയി. വെറുതെ ആക്കൽ. നല്ല പാട്ടെല്ലാം കേട്ടിട്ടുണ്ടായിട്ടാ. കുറച്ചായിട്ടും 30 റുപ്യ കൊടുത്തിട്ടും. എന്നാലും കാഞ്ഞങ്ങാട് എത്തി. ഇനി അടുത്ത പരിപാടി വീട്ടിലോട്ട് പോകണം. അതിന് അടുത്ത ബസ് തപ്പണം. അങ്ങനെ തപ്പിയിട്ടാകുമ്പോൾ അടുത്ത ഒരു കെ എസ് ആർ ടി സി തന്നെ കിട്ടി. അങ്ങനെ അതും കയറി ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഉണ്ണിയാണെങ്കിൽ ഒറ്റത്തര ഓട്ടാന്ന് കേട്ടാ. എന്തെന്നോന്തോ വീട്ടിലേക്ക് എത്താൻ കാത്തുന്ന പോലെ. സമയം എന്തായാലും മോന്തിയായിട്ടുണ്ട് കേട്ടാ. മോന്തിയായിട്ട് പോയാലും ഇനിയിപ്പോൾ ചോറും കറിയൊന്നും വെക്കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ്. കാരണം അമ്മ വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴാണല്ലോ ചോറ് വെക്കണം, കറി വെക്കണം എന്നുള്ള വേവലാതിയല്ലോ. അമ്മേരെ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അമ്മ എന്തെങ്കിലും തിന്നാനാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മൾ പോയിട്ട് തിന്നാൽ അടിയിരിക്കുക, അത്ര മാത്രം ചെയ്താൽ മതി. പിള്ളേരെ വരെ അമ്മ നോക്കിക്കോളും, വലിയ അലമ്പും ഇല്ല. ഞാൻ അപ്പോഴേ അമ്മേനോട് പറഞ്ഞത് ഞാൻ വേറെ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, നിങ്ങൾ എന്തെങ്കിലും തിന്നാൻ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് ഏടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. വല്ലതും തിന്നിട്ട് ഞാൻ ആ മൂലൊക്കെ കിടക്കട്ടിയായിരുന്നു. ഇപ്പം ഇന്ത്യ അക്കലിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഇന്ത്യ ഞങ്ങളെ കാത്തുക്കുന്നുണ്ടായിട്ടാടെ വൈക്ക് തന്നെ.